നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അനുജത്തിയുടെ ജീവിതം വെച്ചുള്ള കച്ചവടമൊന്നും ഞാൻ അനുവദിക്കില്ല. ചേച്ചിക്കിപ്പോ ഞാൻ കോളേജിനകത്തുള്ള ഈ കച്ചവടം നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു അനിയത്തി മാത്രമല്ല, ഒരു ഭാര്യയും കൂടി ആണെന്നുള്ളത് ചേച്ചി ഓർക്കുന്നത് നല്ലതാ. നീയൊക്കെ അധികം വൈകാതെ ഭാര്യമാരാവുമല്ലോ. എന്താണ് ഭാര്യാധർമ്മമെന്ന് വർഷയെ കണ്ടു പഠിക്കും. വർഷയുടെ ചേച്ചി വരുന്നുണ്ടല്ലോ. ആ ചേച്ചി വാ ഇരിക്ക്. ചേച്ചി വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്നതിൽ ഒരു ക്യാൻറ്റീൻ സ്പെഷ്യൽ ചായ കുടിക്കാം. ആ അതെ അതെ, കടുപ്പം കുറവ്, പാലില്ല, പിന്നെ മധുരമാണെങ്കിൽ തീരെയില്ല. ഞാൻ കുടിക്കില്ല, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ലേ. ചേച്ചി കുടിച്ചോ. ചേച്ചി എന്താ പതിവില്ലാതെ കോളേജില്? എല്ലാവരും എക്സാം ഒക്കെ എഴുതുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ശ്യാമേ? ആ കുഴപ്പമില്ലായിരുന്നു ചേച്ചി. ആ ചേച്ചിക്ക് പ്രധാനമായി അറിയേണ്ടത് അനിയത്തിന്റെ കാര്യമല്ലേ. വർഷപൂർവാധികം ഭംഗിയായി പരീക്ഷ എഴുതുന്നുണ്ട്, ഒപ്പം കച്ചവടവും നടത്തുന്നുണ്ട് അല്ലേ? ചായ കുടിക്കുക ചേച്ചി, നല്ല സ്പെഷ്യൽ ക്യാൻറ്റീൻ ടീയാ. എനിക്കധികം പഠിപ്പൊന്നുമില്ല, എന്നാലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. പഠിപ്പും പരീക്ഷയൊക്കെ നടക്കുമ്പോ മനസ്സിൽ അത് മാത്രമായിരിക്കണം ചിന്ത. അല്ലാതെ പഠിക്കുന്ന സ്ഥലത്ത് കച്ചവടം നടത്തി സ്വന്തം വില കളയരുത്. ഭാവിയും അങ്ങനെ കച്ചവടം നടത്തി തീരൂ എന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ കോടീശ്വരന്റെ ഭാര്യയ്ക്ക് കോളേജിന് പുറത്ത് കടലയോ കപ്പലണ്ടിയോ ഒക്കെ വിൽക്കാലോ. കോളേജ് ക്യാമ്പസിൽ കൊണ്ടു നടന്നുള്ള ഈ വിൽപ്പന നീ മതിയാക്ക്. ചേച്ചി കളിയാക്കൊന്നും വേണ്ട. ഏട്ടൻ പറഞ്ഞതനുസരിച്ചാ ഞാൻ പഠിപ്പും മാർക്കറ്റിംഗും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഭർത്താവിനെ ധിക്കരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ കോളേജ് ഒരു കമ്പോളാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതൊരു സരസ്വതി ക്ഷേത്രമാണ്. ഇവിടെ സെയിൽസ് നടത്തി കളങ്കപ്പെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ മറ്റു രക്ഷിതാക്കളെ കംപ്ലൈന്റ് കൊടുക്കും. ചേച്ചി ക്യാൻറ്റീനിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കണ്ട. ഇങ്ങനൊരു സംസാരം ഇവിടെ വെച്ച് വേണോ? വേണം. അനിയത്തി വേണ്ടത്ത കാര്യങ്ങൾ ചെയ്താ ചേച്ചിക്ക് എവിടെയും വെച്ച് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചേച്ചി എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. വീട്ടിൽ ചെന്ന ഏട്ടനെ ഫേസ് ചെയ്യേണ്ടത് ഞാനാ. നീ കച്ചവടം നിർത്തണമെന്ന് നിന്റെ ചേച്ചിയാ പറയുന്നേ. അതിൽ വിക്രമിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയട്ടെ, ഞാനത് നേരിട്ടോളാം. എന്നാലും എന്റെ അനുജത്തിയുടെ ജീവിതം വെച്ചുള്ള കച്ചവടമൊന്നും ഞാൻ അനുവദിക്കില്ല. ചേച്ചിക്കിപ്പോ ഞാൻ കോളേജിനകത്തുള്ള ഈ കച്ചവടം നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു അനിയത്തി മാത്രമല്ല, ഒരു ഭാര്യയും കൂടി ആണെന്നുള്ളത് ചേച്ചി ഓർക്കുന്നത് നല്ലതാ. മാർഡാ വർഷ വർഷ പിണങ്ങിപ്പോയല്ലോ. പിണങ്ങിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ അനുജത്തിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത് ഇഷ്ടമല്ല. അത് സഹിക്കില്ല എനിക്ക്. ഇപ്പൊ അച്ഛനൊറ്റയ്ക്കാണ്. ഇതാണ് അവസരം. തന്ത്രപരമായി ഇടപെട്ടാൽ അച്ഛൻ
അച്ഛൻ്റെ കയ്യിലുള്ളത് ഊറ്റിയെടുക്കാം. ഏ, ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. തൽക്കാലം എന്നെ ഒന്ന് സഹായിക്കണം. ഗോകുലിന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തുക അവന്റെ പേരിൽ ഡെപ്പോസിറ്റും ചെയ്യണം. ഗോകുല് കോളേജിലെത്തുമ്പോഴേക്കും അത് നല്ലൊരു തുകയാവും. അവന്റെ ഉന്നത വിദ്യാഭ്യാസത്തിനും ആ തുക ഉപയോഗിക്കാം. മാത്രമല്ല, ഈ കുടുംബത്തിൽ ഇനിയുണ്ടാകുന്ന കുട്ടികൾക്കും അതിന്റെ ആനുകൂല്യങ്ങളും അനുഭവിക്കാം. എന്റെ മോനെ നല്ലൊരു നിലയിലെത്തിക്കണമെന്നാ എന്റെ ആഗ്രഹം. മക്കളുടെ ഉയർച്ചയല്ലേ അച്ഛാ മാതാപിതാക്കളുടെ സന്തോഷം. നിന്റെ പദ്ധതി എനിക്ക് ഇഷ്ടപ്പെട്ടു. മകന് വേണ്ടി മുൻകൂട്ടിയുള്ള ഒരു കരുതൽ, അത് അംഗീകരിച്ചേ മതിയാവൂ. പണം തരാൻ എനിക്ക് സമ്മതമാണ്. പക്ഷേ നിന്റെ അമ്മയോടൊന്ന് ചോദിക്കണം. ആ കൊള്ളാം. ഏട്ടൻ നമ്പർ ഇടയ്ക്ക് അച്ഛനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? മോളെ, പ്രകാശ് പറഞ്ഞത് നല്ലൊരു ഐഡിയ. നല്ലൊരു ഇൻഷുറൻസ് സ്കീമിലാ അവൻ ഗൂഗിളിന് ചേർക്കാൻ പോകുന്നത്. അവന്റെ ഭാവി എല്ലാ രീതിയിലും സുരക്ഷിതമാക്കുന്ന ഒരു പദ്ധതി. ആ, എന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാ കൊള്ളാം. ഡീറ്റെയിൽസ് ഒക്കെ തരാം. ആദ്യം എത്ര തുക അടയ്ക്കേണ്ടി വരും? 5 ലക്ഷം രൂപ അടച്ചാ മതി. 5 ലക്ഷം രൂപയോ? 5 ലക്ഷം അടച്ചാൽ എന്താ? ഗോകുല് കോളേജിൽ എത്തുമ്പോഴേക്കും അത് 50 ലക്ഷം രൂപയാവും. അതൊരു വലിയ തുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഏട്ടാ, ഈ കമ്പനി പ്രൈവറ്റ് ആണോ അതോ? പ്രൈവറ്റാ? അതെ, ആ കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡോ അങ്ങനെ മറ്റെന്തെങ്കിലും കയ്യിലുണ്ടോ? അത് പിന്നെ വിസിറ്റിംഗ് കാർഡൊന്നും കയ്യിലില്ല. വെറുതെ ഇടങ്കോലിടാൻ വന്നിരിക്കുന്നു. നീ ആരടി? വക്കീലോ? ചുമ്മാതല്ല, വക്കീൽ ഓഫീസിലെ പണി നിന്നെ തെറിച്ചു പോയത്. ആരെയും നന്നാവാൻ സമ്മതിക്കുകയില്ല, അവളൊട്ട് നന്നാവേയില്ല. നല്ല മനസ്സുണ്ടെങ്കിൽ എനിക്ക് പണം തന്നാ മതി. പ്രകാശം, അവളോടൊരു നീ എന്തിനാടി അവനെ ദേഷ്യം പിടിപ്പിച്ചത്? അച്ഛാ, അച്ഛന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ അടിച്ചു മാറ്റാനുള്ള തട്ടിപ്പ് പദ്ധതിയായിട്ടാണ് ഏട്ടൻ വന്നത്. ശുദ്ധഗതിക്കാരനായ അച്ഛൻ അതിലൊന്നും വീണു പോവരുത്. ദേ, സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. എന്നാലും ഗോകുലിന്റെ ഭാവിയല്ലേ? സ്വന്തം അച്ഛനെ തന്നെ പറ്റിച്ചുകൊണ്ടല്ലേ മോന്റെ ഭാവിക്ക് അടിത്തറയിടേണ്ടത്. അച്ഛാ, അത് വിട്ടേക്കച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.